ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു സെമി കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിന്ന് ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ചുരിദാർ മെറ്റീരിയലിൽ എങ്ങനെയാണ് ഡിസൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതേപോലെ ടേബിളിൽ നിന്ന് നിവർത്തിയിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചുരിദാർ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പീസിൽ നെക്ക് ഡിസൈൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. നെക്ക് ഡിസൈൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ട് പീസും ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ നെക്ക് ഡിസൈൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂ. ഇനി ഫസ്റ്റ് നമുക്ക് നീളം മാർക്ക് ചെയ്യാം. ഞാൻ നീളം എടുക്കുന്നത് 45.5 പ്ലസ് തയ്യൽ തുമ്പടക്കം 46.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസിൽ നമുക്ക് 46.5 ഇഞ്ച് നീളം കിട്ടുന്നില്ല, എക്സ്ട്രാ പീസ് ആഡ് ചെയ്യേണ്ടി വരും. നെക്ക് വന്നതുകൊണ്ട് തന്നെ നെക്കിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പം തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ബാക്ക് പീസ് എടുത്തിട്ട് മാറ്റി വെക്കാം. ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടായിട്ട് മെറ്റീരിയൽ മടക്കിയെടുക്കാം. കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അളവുകളെല്ലാം അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ചോക്കും ടാപ്പും എടുത്തിട്ട് അളവുകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. ഷോൾഡർ 6 നമ്മൾ എടുക്കുന്നത്. ഇനി അടയാളപ്പെടുത്തേണ്ടത് കൈക്കുഴിയാണ്. കൈക്കുഴി നമുക്ക് 6.5 അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡറും കൈക്കുഴിയും തമ്മിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു കോണ് പോലെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കഴുത്ത് അകലം അടയാളപ്പെടുത്താം. കഴുത്ത് അകലം 2.5 എടുക്കുന്നത്. 2.5 അടയാളപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം കഴുത്ത് നീളമാണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്ത് നീളം 5 മാർക്ക് ചെയ്യുന്നത്. 5 മാർക്ക് ചെയ്തെടുക്കാം. കഴുത്ത് അകലവും കഴുത്ത് നീളവും യോജിപ്പിച്ചിട്ട് ഒരു കോണ് പോലെയാക്കി എടുക്കാം. കോണ് പോലെ വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കേർവ് വരച്ചു കൊടുക്കാം. ഹോളിലും ഇതേപോലെ കേർവ് വരച്ചു കൊടുക്കാം. ഇനി വണ്ണം അടയാളപ്പെടുത്താം. വണ്ണം എടുക്കുന്നത് 11.4 11.4 ആദ്യം കട്ട് ചെയ്യുന്നത് തയ്യൽ തുമ്പടക്കമുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇനി ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വണ്ണം മാർക്ക് ചെയ്തതിലേക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ബാക്ക് പീസിൽ ആകെ വ്യത്യാസം വരുന്നത് കഴുത്തിൻ്റെ നീളമാണ്. കഴുത്തിൻ്റെ നീളം ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ബാക്ക് പീസും കട്ടിങ് കഴിഞ്ഞു.
അങ്ങനെ ബാക്ക് പീസും ഫ്രണ്ട് പീസും റെഡിയായി. ഇനിയിപ്പം സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ബോട്ട് അളവ് 7.25 കൈ നീളം 15.5. കൈ നീളം ഇത് തികയില്ല, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പീസ് ആഡ് ചെയ്യേണ്ടി വരും. ഈ വണ്ണം എടുക്കുന്നത് തയ്യൽ തുമ്പടക്കം 10.5. കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ച് അകലമായിട്ടാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്, സ്ലീവ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും.